സെൽഫു ടെക്കി ബ്ലോഗ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, നമ്മളെ ഒരു വീഡിയോ, ഇതിന് തൊട്ട് മുന്നത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. തൊട്ട് മുന്നത്തെ വീഡിയോ നമ്മൾ റീചാർജിനെ പറ്റിയാണ്, എന്നുവെച്ചാൽ DTH റീചാർജുകളെ പറ്റിയിട്ടായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിനകത്ത് നമുക്ക് സൺ ഡയറക്റ്റ് റീചാർജ് പറഞ്ഞിരുന്നു. അതിൽ ഞാൻ പറഞ്ഞിരുന്നു അടുത്ത വീഡിയോയിൽ നമ്മൾ ടാറ്റ സ്കൈൻ്റെയും അതുപോലെ എയർടെലിൻ്റെയും ഒരു വീഡിയോ കൂടെ സെപ്പറേറ്റ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ടാറ്റ സ്കൈയും എയർടെലും രണ്ടും കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ചെയ്യുന്നത്. മറ്റേത് സെപ്പറേറ്റ് ആയിരുന്നു ചെയ്തിരുന്നത്. അതിനകത്ത് കുറേ എമൗണ്ടുകൾ ഉള്ളതുകൊണ്ട് കൺഫ്യൂഷൻ ആവും. അതുപോലെ അതിൽ വീഡിയോ കുറച്ച് ലോങ് ആവുന്നതുകൊണ്ട് ഞാനത് സെപ്പറേറ്റ് ആയിരുന്നു ചെയ്തത്. അത് കഴിഞ്ഞാൽ ഇതും കൂടെ ചെയ്യുന്നത് നിങ്ങളെ അറിയിച്ചിരുന്നു. അപ്പോൾ അത് ബാക്കി ടാറ്റ സ്കൈ യൂസ് ചെയ്യുന്നവർക്കും എയർടെൽ യൂസ് ചെയ്യുന്നവർക്കും കൂടെ ഉപകാരപ്രദമാവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് നമ്മൾ ടാറ്റ സ്കൈൻ്റെ റീചാർജിലേക്ക് കിടക്കാം. നമ്മൾ ടാറ്റ സ്കൈൻ്റെ റീചാർജ് എമൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യ കാലങ്ങളിൽ റീചാർജ് നമുക്ക് 50 രൂപ മുതലൊക്കെ നമുക്ക് റീചാർജ് ചെയ്യായിരുന്നു. ഇപ്പം നമുക്കത് പറ്റില്ല. ഇപ്പം മിനിമം എമൗണ്ട് റീചാർജ് എന്ന് 200 രൂപയാണ്. 200 രൂപ മുതൽ മേളിലേക്കാണ് നമുക്കിപ്പോൾ റീചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അതാണ് ഇപ്പോഴത്തെ അതിനകത്തൊരു പ്രത്യേകത. അപ്പോൾ നമ്മൾ സാധാരണ ഒരു 100 രൂപ അല്ലെങ്കിൽ 150 രൂപയൊക്കെ കൊണ്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഇപ്പം നമുക്ക് കയറാതെ വരുന്നുണ്ട്. അപ്പോൾ 200 രൂപേനെ മേളിലേക്ക് എല്ലാവരും റീചാർജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമുക്ക് മലയാളം ഏറ്റവും കുറഞ്ഞ പാക്കേജ് എന്ന് പറയുമ്പോൾ 239 രൂപ തന്നെയാണ്. അതിനും ബേസിക് ആയിട്ടുള്ള പാക്കേജ് വരുന്നത് 239 ആണ്. അതിൻ്റെ തൊട്ട് മുകളിലുള്ള പാക്കേജ് പറയുമ്പോൾ നമുക്ക് 270 രൂപയാണ്. അത് മലയാളം സൂപ്പർ വാല്യൂ പാക്കേജും അതേപോലെ മലയാളം തമിഴ് വാല്യൂ പാക്കേജും രണ്ട് രീതിയിലാണ് അതിൻ്റെ അറിയപ്പെടുന്നത്. ഈ രണ്ട് രീതിയിൽ ഇപ്പോൾ 239 ചെയ്യുമ്പോൾ മലയാള പാക്കേജ്, അതിനകത്ത് നമുക്ക് തമിഴായിട്ട് അങ്ങനെ കൂടുതലായിട്ടുള്ള 1-2 തമിഴേ കിട്ടുള്ളൂ. മലയാളം ഫുൾ ഉണ്ടാവും. അങ്ങനെ അത്യാവശ്യം ഒരു കുഴപ്പമില്ലാത്തൊരു പാക്കേജാണത്. പിന്നെ നമുക്ക് തമിഴും കൂടെ വേണ്ട ഒരു കസ്റ്റമർ ഉണ്ടാവും. തമിഴ് നമ്മളെ ഇവിടെ എല്ലാം ബോർഡറായിട്ട് താമസിക്കുന്ന ആൾക്കാരാണ്. വെച്ചാൽ ഏകദേശം വയനാട്, അമ്പലവയൽ ഈ പരിസരത്തൊക്കെ, അതേപോലെ എല്ലാവർക്കും ബോർഡറായിട്ട് താമസിക്കുന്നവർക്കും, അതേപോലെ തമിഴ് വേണ്ടവർക്ക്, തമിഴ് നമ്മളിപ്പോൾ മലയാളമാണെങ്കിൽ തന്നെയും തമിഴും നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ കാണാൻ വല്ല സിനിമയോ കാര്യങ്ങളൊക്കെ വരും നമ്മൾ കാണാൻ ശ്രമിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് റീചാർജ് മാസം നമുക്ക് 270 രൂപയാണ് വരുന്നത്, തമിഴും മലയാളം കൂടെ വരുമ്പോൾ. അത് നമുക്ക് തമിഴ് മലയാളം പാക്കേജാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് നമുക്കിപ്പം ഓരോ മാസത്തെ പാക്കേജ് ഇതിനകത്ത് ടാറ്റ സ്കൈൽ എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നീടുള്ള പാക്കേജുകൾ അങ്ങനെ കട്ടായിട്ട് കിട്ടുന്ന ഓഫറുകളല്ല. ഒരു മാസത്തിൻ്റെ മേളിൽ കട്ടായിട്ട് വരുന്ന കസ്റ്റമർക്ക്, ഒരു മാസമൊക്കെ ഉപയോഗിക്കാതിരിക്കുക അല്ലെങ്കിൽ കട്ടായിട്ട് വരുന്ന റീചാർജുകൾക്ക് ഒരു പ്രത്യേക ഓഫറുകളുണ്ട്. അപ്പം നമുക്ക് മാസം 239 രൂപ നമുക്ക് മാസം വരുന്ന സമയത്ത് 6 മാസത്തേക്ക് നമുക്ക് റീചാർജ് വരുന്നത് നമുക്ക് 1434 രൂപയാണ് നമുക്ക് 6 മാസത്തേക്ക് റീചാർജ് വരിക. അത് നമുക്ക് ഒരു കമ്പനി ഓഫറായിട്ട് നൽകുന്നുണ്ട്. 1195 രൂപ അടച്ചാൽ നമുക്ക് 6 മാസത്തേക്ക് റീചാർജ് കിട്ടും. പക്ഷേ ഈ റീചാർജ് പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിൽ ശ്രദ്ധിക്കണം. ഈ റീചാർജ് നമുക്ക് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ ഒന്നും നമുക്ക് ഈ റീചാർജ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും ഒരു പ്രത്യേകത. അത് നമ്മൾ ഷോപ്പുകളിൽ ഡയറക്റ്റായിട്ട് ചെയ്യുന്ന ഷോപ്പുകൾ, ഇപ്പോൾ ടാറ്റ സ്കൈൻ്റെ ഡയറക്റ്റ് ചെയ്യുന്ന ഷോപ്പുകൾ ഉണ്ടാവും. അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് മാത്രമേ നമുക്ക് ഈ ഓഫറിലുള്ള റീചാർജ് ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പോൾ എൻ്റെ ഷോപ്പിൽ ഇത് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്ന ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്ത്, നമ്മളെ നമ്പർ കൊടുക്കുന്നുണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ റീചാർജ് എമൗണ്ട് നമ്മൾ ചെയ്ത് കറക്റ്റായിട്ട് ചാനൽ വരുത്തി തരുന്നതാണ്. അതിൻ്റെ തന്നെ നമുക്ക് 270 പാക്കേജിൻ്റെയും അതേ മലയാളം തമിഴ് വരുന്ന പാക്കേജിനും 6 മാസത്തെ ഓഫർ വരുന്നുണ്ട്. അതിൻ്റെ എമൗണ്ട് നമുക്ക് ശരിക്കും നമുക്ക് 270 × 6 നമുക്ക് 1620 രൂപയാണ് നമുക്ക് അതിനകത്ത് മുടക്ക് വരിക. അത് നമുക്ക് ഓഫറിൽ ചെയ്യുമ്പോൾ 1485 രൂപയാണ് നമ്മൾക്ക് അതിനകത്ത് വരിക. 1485 രൂപ. അത് 6 മാസത്തേക്കാണ് നമുക്ക് കിട്ടുന്നത്. ഈ റീചാർജും നമ്മൾ നോർമലായിട്ട് ഗൂഗിൾ പേ വഴിയോ മറ്റുള്ള തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ വഴിയോ ചെയ്താൽ ഈ ഓഫർ കിട്ടുന്നതല്ല, റീചാർജ് കയറുമില്ല. അപ്പം എന്തെങ്കിലും സംശയങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ അതിലും വരാം. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം കസ്റ്റമർ കെയർ നമ്പർ നമ്മൾ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ടോ അല്ലെങ്കിൽ ടാറ്റ സ്കൈൻ്റെ അടുത്തുള്ള ഓഫീസുകളിൽ പോയിട്ടോ അന്വേഷിച്ചിട്ട് വേണം നമ്മൾ ഈ റീചാർജുകൾ ചെയ്യാൻ. പ്രത്യേകിച്ച് നമ്മൾ ഈ റീചാർജുകൾ ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് അത്രയാണ് പറയാനുള്ളത്. പിന്നെ പുതിയ കണക്ഷൻ എടുക്കുന്നവർ ബോക്സ് കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് പുതിയ ബോക്സ് ചേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ്. 6 മാസത്തെ റീചാർജ് വരുന്നുണ്ട്, അതേപോലെ 1 ഇയർ റീചാർജ് വരുന്നുണ്ട്. അതൊക്കെ റീചാർജിൻ്റെ എമൗണ്ട് മാത്രം മേടിച്ചുകൊണ്ട് ബോക്സ് ഫ്രീ ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ബോക്സ് ഫ്രീ ആണ്, അത് റീചാർജ് എമൗണ്ട് മാത്രമേ വരുന്നുള്ളൂ. ബോക്സ് ഫ്രീ ആയിരിക്കും. കംപ്ലൈൻറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ
നിങ്ങൾ വിളിച്ച് കോൺടാക്ട് ചെയ്താൽ ഇപ്പം കേരളത്തിൽ എവിടെയാണെങ്കിൽ പോലും നിങ്ങൾ അഡ്രസ്സിൽ പിൻകോഡിൽ അവിടെ വന്ന് ടെക്നീഷ്യൻ വന്ന് അവിടെ സർവീസ് അല്ലെങ്കിൽ അവിടുത്തെ ബോക്സ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല ഇവിടെ നിന്നാണെങ്കിൽ കൊറിയർ അയക്കണമെങ്കിൽ കൊറിയർ അയച്ചതുകൊണ്ട് ബോക്സ് ആക്ടിവേഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരുന്നതാണ്. അതുമല്ല നിങ്ങൾക്ക് ഈ അവിടെ അടുത്തുള്ള നമുക്ക് ടെക്നീഷ്യൻ അവൈലബിൾ ഉള്ള സ്ഥലങ്ങളിലേക്ക് അവിടെ അടുത്ത് നിങ്ങൾക്ക് എത്തിച്ചു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ എയർടെലിൻ്റെ റീചാർജിൻ്റെ കാര്യം കൂടെ നമുക്ക് നോക്കാം. കുറച്ച് വീഡിയോ കൂടുന്നുണ്ടെന്ന് സംശയമുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഭയം പറഞ്ഞ് നമുക്ക് നിർത്താം. എയർടെൽ റീചാർജ് നമുക്ക് മിനിമം സ്റ്റാർട്ട് ചെയ്യുന്നത് 224 രൂപേൻ്റെ പാക്കേജാണ്. മലയാളം എല്ലാ പാക്കേജും ഉൾപ്പെടുന്നതാണ്. മലയാളം ഫുള്ള് ഉൾപ്പെടുന്ന പാക്കേജ് മാത്രമേ പറയുന്നുള്ളൂ. എന്ന് വെച്ചാൽ മലയാളം കുറവുള്ള പാക്കേജുകൾ 150 സംതിങ് മുതലൊക്കെ ഉണ്ട്. അത് എല്ലാ കസ്റ്റമറും അങ്ങനെ യൂസിങ് കുറവാണ്. മലയാളം ഫുള്ള് എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പാക്കേജ് മുതലാണ് പറയുന്നത്. 224 രൂപയാണ് മലയാളം എന്റർടൈൻമെന്റ് പാക്കേജ് എന്ന് പറഞ്ഞിട്ട് ST നോർമൽ ആയിട്ടുള്ള പാക്കേജിൽ വരുന്നത്. അതിൻ്റെ തന്നെ മലയാളത്തിൽ 263ന്റെ അൾട്ടിമേറ്റ് മലയാളം എന്ന് പറഞ്ഞിട്ട് ഒരു പാക്കേജും കൂടെ വരുന്നുണ്ട്. അത് 263 രൂപയാണ്. അപ്പോൾ അതിൽ അഡീഷണൽ ആയിട്ട് അതിൻ്റെ കുറച്ച് ചാനലുകളൊക്കെ കൂടുതലുണ്ടാവും. അതേപോലെ തന്നെ അതിൻ്റെ HD വരുന്നുണ്ട്. HD കുറച്ച് ചാനൽ ഫസ്റ്റ് സ്റ്റാർട്ടിങ് HD 1 മന്തിലേക്ക് വരുന്നത് 264 മുതലാണ് HD പാക്കേജ് സ്റ്റാർട്ട് ചെയ്യുന്നത്. HD-ന്റെ കുറച്ച് കൂടിയ പാക്കേജ്, കുറച്ചും കൂടെ ചാനലുകൾ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള ഒരു പാക്കേജ് ആകുമ്പോൾ 324 രൂപയാണ് നമുക്ക് വരുന്നത്. 324 രൂപയാണ് പാക്കേജ് വരുന്നത്. അതേപോലെ തന്നെ അവർക്ക് നമുക്ക് 6 മാസത്തെ, ഇപ്പോൾ 224ന്റെ പാക്കേജ് നമുക്ക് 6 മാസത്തിനുണ്ട്, 1 വർഷത്തിനും ചെയ്യാം. അപ്പോൾ 224ന്റെ പാക്കേജ് നമ്മൾ 6 മാസത്തിന് ചെയ്യുന്ന സമയത്ത് 1144 രൂപയാണ് റീചാർജ് വരുന്നത്. 1144. അത് 1 വർഷത്തിന് ചെയ്യുന്ന സമയത്ത് 2284 രൂപയാണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ 263ന്റെ ഒരു പാക്കേജ് ഞാൻ പറഞ്ഞിരുന്നു. അത് 6 മാസത്തേക്ക് 1324 രൂപയാണ് വരുന്നത്. 1 വർഷത്തേക്ക് 2644 രൂപയാണ് വരുന്നത്. പിന്നെ അതിൻ്റെ 264ന്റെ HD പാക്കേജ് വരുന്നത് ഒരു 6 മാസത്തേക്ക് 1344 രൂപ. നമ്മൾ ശരിക്കും കാൽക്കുലേറ്റ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അതിൻ്റെ മനസ്സിലാവും. 266 × 6 എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം 1600 1700 രൂപയോളം ചാർജ് വരുന്നത്. അത് ആ പാക്കേജാണ് നമുക്ക് എന്ത് ചെയ്യുന്ന ഓഫറിൽ 1344 രൂപയ്ക്ക് കിട്ടുന്നതും. അതേ പാക്കേജ് തന്നെ നമുക്ക് 1 വർഷത്തേക്ക് കിട്ടുന്നതും 2684 രൂപയ്ക്കാണ് നമുക്കത് 1 വർഷത്തേക്ക് കിട്ടുന്നത്. പിന്നെ തൊട്ട് മുകളിലുള്ള പാക്കേജ് 324 ഒരു പാക്കേജ് വരുന്നുണ്ട്. 324 നമുക്ക് 6 മാസത്തിന് 1654, 1 വർഷത്തിന് 3304 രൂപയാണ് ആ പാക്കേജിൽ വരുന്നത്. ഇതിലും എയർടെലും നമ്മൾ ഈ നിലവിൽ പറഞ്ഞ പോലെ തന്നെ റീചാർജുകൾ നമുക്ക് ഇതിനകത്ത് എമൗണ്ട് കറക്റ്റ് ആയിട്ടുള്ള എമൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ടാറ്റ സ്കൈ പറഞ്ഞതുപോലെ ഗൂഗിൾ പേ വഴി അതൊന്നും ചെയ്യാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകളില്ല. കറക്റ്റ് എമൗണ്ടിൽ നമുക്ക് ചെയ്താൽ അത് സംശയം തീർത്തതിന് ശേഷം വേണം ചെയ്യാൻ. ഒരു ഡൗട്ട് വെച്ചിട്ട് നമ്മൾ റീചാർജ് ചെയ്യരുത്. ഡൗട്ട് വെച്ച് റീചാർജ് ചെയ്യുമ്പോൾ 6 മാസത്തേക്കും അതേപോലെ 3 മാസം 1 വർഷത്തേക്കൊക്കെ പാക്കേജ് ലോക്കിങ്ങിലായിരിക്കും. അപ്പോൾ നമുക്ക് ഇടയ്ക്ക് പാക്കേജ് ചേഞ്ച് ചെയ്യുന്ന സമയത്തൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കറക്റ്റ് എമൗണ്ട് നോക്കിയിട്ട് നമ്മൾ റീചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ എയർടെലിലായാലും നമുക്ക് പുതിയ കണക്ഷൻ വരുന്നുണ്ട്. അതേപോലെ 6 മാസത്തിൻ്റെ പാക്കേജ് വരുന്നുണ്ട്, 1 ഇയർ പാക്കേജ് വരുന്നുണ്ട്. 1 ഇയർ പാക്കേജിൽ നമുക്കിപ്പോൾ എയർടെലിലൊക്കെ തമിഴ്, മലയാളം, സ്പോർട്സ്, ഹിന്ദി, ഇംഗ്ലീഷ് ഫുൾ പാക്കേജ് ആയിട്ടാണ് വരുന്നത്. അതൊക്കെ ഒരു 3000 സംതിങ്ങേ വരുന്നുള്ളൂ. കറക്റ്റ് എമൗണ്ട് കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുള്ളവർക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം, വിളിക്കാം. അതേപോലെ തന്നെ ഇവരെ ബോക്സ് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ അഡാപ്റ്റർ കംപ്ലൈൻറ്റോ എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഇവർക്കും സെയിം ഓഫർ ഉണ്ട്. നമ്മൾ റീചാർജ് എമൗണ്ടിൽ തന്നെ ബോക്സ് ഫ്രീ ആയിട്ട് മാറ്റി തരുന്നതാണ്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടവർ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതേപോലെ തന്നെ എന്തെങ്കിലും കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്, കസ്റ്റമർ കെയർ നമ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാം എന്തെങ്കിലും ഉണ്ട് സംശയം തീർത്തതിന് ശേഷം റീചാർജ് ചെയ്യുക. അപ്പം ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിലേക്ക് കാണും വരെ ബൈ ബൈ. ഓക്കെ.